PSC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ SCRT പാഠപുസ്തകങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം 5, 7, 9 പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. ഈ മാറിയ പാഠപുസ്തകങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അതിൽ 5ാം ക്ലാസ്സിലെ മാറിയ പാഠപുസ്തകങ്ങൾ മുഴുവൻ നമ്മൾ പഠിച്ചു. ഇപ്പോൾ 7ാം ക്ലാസ്സിലെ മാറിയ പാഠപുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. SCRT പാഠപുസ്തകത്തെ മുഴുവൻ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. പഴയ SCRTയും പുതിയ ഇപ്പോൾ ഉള്ള SCRT ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ സിലബസിന് അത് ഈ SCRT പാഠപുസ്തകത്തെ സോഷ്യൽ സയൻസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഴയതും പുതിയതും ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു SCRT പഠിക്കുന്നവരോട് നിങ്ങൾക്ക് പിന്നെ വേറെ SCRT പാഠപുസ്തകം വീണ്ടും പഠിക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. അപ്പൊ ആർക്കെങ്കിലും SCRTയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ SCRT എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ ഭക്ഷ്യ ഉൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്ന് പറയുന്ന പുതിയ ചാപ്റ്റർ 7ാം ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് മുതൽ പഠിച്ചു തുടങ്ങാം. ഇതിനകത്ത് ഈ ഒരു പിക്ചറിൽ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ എല്ലാവരും കൃഷി ചെയ്യുന്നതുമായിട്ട് പിക്ചറിൽ നിന്നാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികസനത്തിൽ കൃഷിക്ക് പ്രധാന പങ്കുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം തുടങ്ങിയ സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെട്ടത്. ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യൻ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി മനുഷ്യൻ അവലംബിച്ച കൃഷി രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ കൃഷി ആരംഭിച്ചതോടുകൂടിയാണ് മനുഷ്യൻ കുടുംബമായിട്ടും കൂട്ടായ്മയായിട്ടും ഒരു സമൂഹമായിട്ടും ഒക്കെ ജീവിക്കാൻ തുടങ്ങി. നമ്മൾ പണ്ട് ഈ ഗംഗാ സമതലത്തിലൊക്കെ കൃഷി ഒഴിച്ചപ്പോൾ കൃഷിക്ക് വേണ്ടി ആളുകൾ എന്ത് ചെയ്തു, ഒരുപാട് സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ച് അവിടെ കൂട്ടമായി ജീവിച്ചു എന്നൊക്കെ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ കൃഷിക്ക് വേണ്ടിയാണ് മനുഷ്യൻ കുടുംബമായും കൂട്ടമായും ഒക്കെ ജീവിക്കാനായിട്ട് തുടങ്ങിയത്. ഇനി കൃഷിയുടെ ഉത്ഭവം നമുക്ക് നോക്കാം. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് 7000 BC-യിലാണ് കൃഷി ആരംഭിച്ചത്. മെസൊപ്പൊട്ടാമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് വിവിധ കാലങ്ങളിൽ മനുഷ്യ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 3000 BC-യിൽ സിന്ധു നാഗരികതയോട് ചേർന്ന് ഇന്ത്യയിൽ കൃഷി സംസ്കാരം വളർന്നു വന്നു. ഇന്ന് ഈ നദീതീരത്ത് ഇരട്ട നഗരങ്ങളായിട്ടുള്ള മോഹൻജദാരോയിലും ഹാരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ദക്ഷിണേന്ത്യയിൽ പിന്നെയും ഏറെ കഴിഞ്ഞാണ് കൃഷിയൊക്കെ ആരംഭിക്കുന്നത്. അപ്പൊ കൃഷി എന്ന് പറയുന്ന ഒരു പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ടല്ലേ. ആദ്യകാലം BC കാലഘട്ടങ്ങളിൽ 7000-ലും 3000-ലും ഒക്കെയാണ് കൃഷി ആരംഭിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. കാരണം അവിടെ നിന്ന് ഉത്ഖനനം ചെയ്തിരുന്ന ഓരോ തെളിവുകളിൽ നിന്നാണ് കൃഷി പണ്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിവുകൾ ലഭിച്ചിട്ടുള്ളത്. ഇനി ഓരോ കൃഷി രീതിയെ നോക്കാം. അതിലൊന്നാണ് ഉപജീവന കൃഷി. കർഷകർ തങ്ങളുടെ കുടുംബത്തിനും ഉപജീവനത്തെ ആവശ്യത്തിനുമായി ഉത്പാദിപ്പിക്കുന്നത് മാത്രം ഉത്പാദിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ലാഭം നേടുക എന്നത് ഈ കൃഷിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് കൃഷിയിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെയുണ്ട് അല്ലെ. നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ ഉത്പാദിപ്പിച്ചെടുക്കും. നമ്മുടെ വീടിനോട് ചേർന്ന പറമ്പുകളിലൊക്കെ നമുക്ക് വേണ്ട ഭക്ഷിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഉത്പാദിപ്പിച്ചിരുന്നു. നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ട് ബാക്കി മിച്ചം വരുന്നത് എന്താണ്, നമ്മൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വസ്ത്രം മേടിക്കാനൊക്കെ നമുക്ക് വേറെ ആവശ്യങ്ങളുണ്ടല്ലേ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ എടുത്തിട്ട് ബാക്കി പച്ചക്കറികൾ വിറ്റിട്ട് അത് കിട്ടുന്ന പൈസയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റു നമ്മുടെ ജീവിതത്തിൽ വേണ്ട ആവശ്യകതകളൊക്കെ നമ്മൾ നടത്തുന്നു. അത്തരത്തിലുള്ള കൃഷി രീതിയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സമ്മിശ്ര കൃഷി. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഓരോ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി. ഇതിനോടൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യുന്നതാണിത്. അപ്പൊ സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞാൽ ഒന്നിനോടൊപ്പം മറ്റു പല കാര്യങ്ങളും കൂടി ചെയ്യുന്നത്. അപ്പൊ കൃഷിയോടൊപ്പം എന്ത് ചെയ്യുന്നു, അത് കന്നുകാലി വളർത്തുന്നു, അതുപോലെ തന്നെ കോഴി വളർത്തുന്നു, മീൻ വളർത്തുന്നു ഒക്കെ. അപ്പൊ ഈ പച്ചക്കറികളുടെ വേസ്റ്റ് ഒക്കെ നമുക്ക് ഇവർക്ക്, അതായത് ഈ പശുവിന്, ആടിന് അല്ലെങ്കിൽ മീനുകൾക്കൊക്കെ കൊടുക്കാം അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രൊഡക്ട്സ് ഒക്കെ ഇവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഇത്തരത്തിലുള്ള മൃഗങ്ങളെയും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ കന്നുകാലി വളർത്തുന്ന നമുക്ക് ഇടുന്ന ചാണകമൊക്കെ കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നല്ല രീതിയിലുള്ള എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുള്ള കൃഷി രീതിയാണ് ഏത്, സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്.
കന്നുകാലി തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. കൃഷിക്ക് ആവശ്യമുള്ള വളം കന്നുകാലിൽ നിന്ന് തിരിച്ചു ലഭിക്കുന്നു. ചിലവ് താരതമ്യേന കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സമ്മിശ്ര കൃഷിക്കുണ്ട്. ഇനി അടുത്താണ് തോട്ടവിള കൃഷി എന്ന് പറയുന്നത്. പരമ്പരാഗത രീതിയിലും നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശങ്ങളിൽ വൻതോതിൽ തോട്ടവിളകളായിട്ടുള്ള തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്നു വന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിന് 19-ാം നൂറ്റാണ്ട് ആരംഭത്തോടെ കോളനി രാജ്യങ്ങളിൽ അവര് തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷിയുടെ പ്രത്യേകതകളാണ്. അപ്പോൾ തോട്ടവിള കൃഷി എന്ന് പറയുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ തോട്ടവിള കൃഷികളൊന്നും വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല. എന്താണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് കൃഷി ഭക്ഷ്യോൽപാദന രംഗത്തുള്ള കൃഷികളായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ബ്രിട്ടന് വ്യവസായ വിപ്ലവം ഉണ്ടാവുകയും അങ്ങനെ ബ്രിട്ടനിലേക്ക് ഈ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു. ബ്രിട്ടന്റെ കാലഘട്ടത്തിൽ വ്യവസായിക വിപ്ലവത്തിൽ പ്രധാനമായിരുന്നു ഈ വസ്ത്രരംഗത്തുണ്ടായ കുതിച്ചുചാട്ടം. അപ്പൊ അതിനകത്തുണ്ട് പരുത്തി പോലുള്ള ചണം പോലുള്ള സാധനങ്ങൾ, അതുപോലെ നീലം പോലുള്ള സാധനങ്ങൾ ധാരാളമായിട്ട് ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനത്തിൽ മാറ്റിവെച്ചിരുന്ന ഭൂമികളിൽ കൃഷി ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വന്നോടെയാണ് തോട്ടം വിള കൃഷികളൊക്കെ പ്രധാനമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതും അങ്ങനെ തോട്ടം വിള കൃഷികളൊക്കെ ഇന്ത്യയിൽ കൂടുതലായിട്ടും ചെയ്യാൻ ആരംഭിച്ചതുമൊക്കെ. അപ്പോൾ ഒരു തവണ ഒരു കൃഷി ചെയ്തു കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് അതിന്റെ വിളവെടുക്കാം എന്നൊക്കെ ഉള്ളത് തോട്ടവിള കൃഷിയുടെ പ്രധാനപ്പെട്ട കാലമായിരുന്നു. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കർഷകരുടെ മേലിൽ അടിച്ചമർത്തിയിട്ടുള്ള നികുതി എന്തിലേക്ക് നയിക്കപ്പെട്ടു? ഈ തോട്ടവിള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കാരണമായി തീർത്തു. കാരണം ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകര് ഒരിക്കലും ഭക്ഷ്യവിളകളിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് വിറ്റിട്ട് ആ ഒരു പൈസയിൽ ഈ ബ്രിട്ടീഷുകാർ പറയുന്ന അമിതമായിട്ടുള്ള നികുതി അടയ്ക്കാനുള്ള പണം ഒന്നും ഒരിക്കലും കർഷകർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് തോട്ടവിള കൃഷി ചെയ്യുവാണെങ്കിൽ കുറച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇവര് പറയുന്ന ഒരു ടാക്സ് ബ്രിട്ടീഷിലേക്ക് പേ ചെയ്യാൻ പറ്റുമെന്നുകൊണ്ട് തന്നെ കൃഷിഭൂമി, അതായത് ഭക്ഷ്യ ഉൽപാദനത്തിന് മാറ്റിവെച്ച കൃഷിഭൂമിയിൽ പോലും എന്തിലേക്ക് മാറ്റപ്പെട്ടു? തോട്ടവിള കൃഷി ചെയ്യുന്നതിലേക്ക് മാറ്റപ്പെട്ടൊരു കാലഘട്ടം ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ എന്തിനു വേണ്ടിയാണ് ഇത് ഇത്രയും വലിയൊരു ഫോഴ്സ് ഇന്ത്യയിൽ ചുമത്തിയിരുന്നത്? കാരണം ഈ ബ്രിട്ടനിലേക്ക് അസംസ്കൃത വസ്തുക്കൾ കയറ്റി അയക്കുന്നതിനുള്ള ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാത്രമേ ഇന്ത്യയെ അവര് കണ്ടിരുന്നുള്ളൂ. അതൊക്കെ ഇതിനേക്ക് ഇത്തരത്തിലുള്ള തോട്ടവിളകളൊക്കെ ഉണ്ടാകുന്നതിൽ പ്രധാനമായിട്ട് പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി അടുത്താണ് വാണിജ്യ വിള കൃഷി. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യ വിള കൃഷി. വ്യവസായശാല ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക ഉപയോഗവും ആവശ്യമായിട്ടുള്ള കൃഷി കൂടിയതാണ് റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയ വാണിജ്യ വിളകൾ. നമ്മുടെ രാജ്യത്തുള്ള വിവിധ തരം കൃഷി രീതികൾ പരിചയപ്പെട്ടാലോ കൂടുതൽ സവിശേഷത കൂട്ടിച്ചേർത്ത് പട്ടിക വികസിപ്പിച്ചെടുത്ത് എഴുതുക. ഇവിടെ പല രീതിയിലുള്ള കൃഷി രീതികൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഉപജീവന കൃഷിയാണ്, സ്വന്തം ആവശ്യത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ചെറിയ ഇടങ്ങളിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഏത്? ഉപജീവന കൃഷിക്ക് ഉള്ളത്. സമ്മിശ്ര കൃഷിക്കോ ഓരോ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്താം, ഉൽപാദന ചെലവ് കൂടുതലാണ്. മറ്റൊന്ന് തോട്ടവിള കൃഷിയാണ്, താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവാണ്, വൻതോതിലുള്ള ഉൽപാദനം ഉണ്ടാകും. വാണിജ്യവിള കൃഷിയാണ്, ഉയർന്ന ഉൽപാദന നിക്ഷേപവും അസംസ്കൃത പ്രദാനം ചെയ്യുന്നു എന്നൊക്കെയാണ് വാണിജ്യവിള കൃഷിയുടെ പ്രത്യേകത. അപ്പൊ ഓരോ കൃഷിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ ഭക്ഷ്യവിളകളും നാണ്യവിളകളും കൊടുത്തിട്ടുണ്ട്. കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിളകളാണ് ഏത്? നാണ്യവിളകൾ. അപ്പൊ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നത് നാണ്യവിളകളും കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏതാണ്? ഭക്ഷ്യവിളകളുമാണ്. ഇവിടെ നെല്ല്, ഗോതമ്പ് എന്താണ് അതൊക്കെ ഈ ഒരു ഭക്ഷ്യവിളകളിൽ പെടും. നാണ്യവിളകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പരുത്തി, റബ്ബർ. അപ്പൊ ഭക്ഷ്യവിളകൾ വേറൊക്കെ ഏതൊക്കെയാണ്? ഇനവിളകള്, ഗോതമ്പ്, അങ്ങനെ നമ്മൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ വിളകളും എന്താ? ഭക്ഷ്യവിളകളും. മറ്റുള്ള പ്രൊഡക്ട്സ് വ്യവസായിക ഉൽപാദനം ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്? അതൊക്കെ നാണ്യവിളകളുമാണെന്ന് ഓർക്കുക. ഇനി ഗോതമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങൾ. അപ്പൊ ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിലാണ് ഗോതമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. ഇനി പരുത്തിയോ? മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലുങ്കാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് പരുത്തി കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഈ നെല്ലോ? പശ്ചിമ ബംഗാള്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലാണ് നെല്ല് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഗോതമ്പ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാനയിലും, പരുത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലുങ്കാന, രാജസ്ഥാൻ എന്നീ പരുത്തിയും, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നെല്ലുമാണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇനി കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ.
കാർഷിക ഉൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. ഇതുപോലെ റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ കാർഷിക ഉൽപ്പാദനത്തിൽ പരുത്തി, കരിമ്പൊക്കെ ഉപയോഗിക്കുന്ന വ്യവസായ തുണി വ്യവസായം, പഞ്ചസാരയൊക്കെ എന്താണ് വ്യവസായത്തിനകത്തും വരുന്നവയാണ്. ഇനി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളും ധാതുക്കളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നാബാർ എന്നിവയൊക്കെ എന്താണ് ലോഹ ധാതുക്കളാണ്. ഇവയിൽ പലതും ലോഹം കൊണ്ട് വ്യവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മൈക്ക, വജ്രം, സിലിക്ക തുടങ്ങിയ അലോഹ ധാതുക്കളും കൽക്കരി, പെട്രോൾ എന്നിവ ഇന്ധന ധാതുക്കളുമാണ് കേട്ടോ. അപ്പൊ എന്താണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അതുപോലെ തന്നെ എന്താണ് കലാമിൻ, ബോക്സൈറ്റ്, സിന്നാബാർ എന്നിവയ്ക്ക് എന്താണ് ലോഹ ധാതുക്കളാണ്. ഇപ്പൊ തന്നെ പഠിച്ചേ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നാബാർ ഒക്കെ എന്തൊക്കെയാ ലോഹ ധാതുക്കളാണ്. ആ സമയത്ത് മൈക്ക, വജ്രം, സിലിക്ക എന്നിവയൊക്കെ എന്താണ് അലോഹ ധാതുക്കളാണ്. എന്താണ് മൈക്ക, വജ്രം, സിലിക്ക എന്നിവയ്ക്ക് എന്താണ് അലോഹ ധാതുക്കളാണ്. ഇനിയോ കൽക്കരി, പെട്രോളിയം എന്നിവ എന്താണ് ഇന്ധന ധാതുക്കളാണ്. അപ്പൊ ഇന്ധന ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ കൽക്കരിയും പെട്രോളിയം ഒക്കെ ഇന്ധന ധാതുക്കളുമാണ്. അപ്പോൾ ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുകയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണ് ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുന്നതാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാ ഇരുമ്പുരുക്ക് വ്യവസായമാണ് കേട്ടോ. അപ്പൊ രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് ഇരുമ്പുരുക്ക് വ്യവസായമാണെന്ന് ഓർക്കുക. ഇത് വ്യവസായ മേഖലയിൽ നട്ടെല്ലെന്നും പ്രാഥമിക വ്യവസായം എന്നും ഒക്കെ അറിയപ്പെടുന്നു. ഇനി രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതൊക്കെയാ ഇരുമ്പുരുക്ക് വ്യവസായം വരുന്നു, അതുപോലെ തന്നെ ചെമ്പ് വ്യവസായമുണ്ട്, അലുമിനിയം വ്യവസായം ഒക്കെ രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ്. ഇനി ഹരിത വിപ്ലവത്തെ കുറിച്ച് നോക്കാം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമം സൃഷ്ടിച്ചു. സ്വതന്ത്ര ലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികളും കാലാഹരണപ്പെട്ട സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും കാർഷിക ഉൽപാദനക്ഷമതയെ കുറയുന്നതിനായി കാരണമായി. അപ്പൊ സ്വാതന്ത്ര്യം മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായവും കർഷക ബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണനയും ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. കാരണം അവർക്ക് ഭക്ഷ്യവിളകളെക്കാളും കൂടുതൽ എന്തുവാണ് വ്യവസായത്തിന് ഉത്പ്രചോദനം നൽകുന്ന വിളകളായിരുന്നു കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങൾ എന്ന് ബ്രിട്ടീഷ് നടപ്പിലാക്കി ഭൂനികുതി സമ്പ്രദായം, അടിസ്ഥാന സൗകര്യ പരിമിതിയൊക്കെ ഇതിനകത്ത് പ്രയോജനപ്പെടുന്ന പ്രശ്നങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഭൂപരിഷ്കരണവും ഹരിത വിപ്ലവം എന്നിവ പരിഷ്കരണം നടപ്പിലാക്കി. ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അവരുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ഈ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയെ കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്തു. ഭൂരഹിതമായ കർഷകർക്ക് കുടിയായ്മ വിതരണം ചെയ്തു. തൽഫലമായി കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. ഇന്ത്യ മാതൃകയാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഏത് കേരളം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ദേശീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഏത് ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങൾ പ്രധാനമായും ആദ്യഘട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ്. അതിനാൽ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്തും വിശേഷിപ്പിക്കാം ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ ഗോതമ്പ് വിപ്ലവം എന്ന് പറഞ്ഞ എന്താ ഹരിത വിപ്ലവ ഭക്ഷ്യധാന്യങ്ങൾ പ്രധാനമായും ആദ്യഘട്ടം നേട്ടം കാണാനായത് ഗോതമ്പ് വിപ്ലവത്തിനായതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തെ എന്തെന്നും വിളിക്കുന്നു ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിക്കുന്നത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. ആദ്യത്തെ 70% ജനങ്ങളെയും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണാനായി നോർമൻ ബെർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. തലഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ കാർഷിക ഭക്ഷ്യ ഉൽപാദനം സ്വയം പര്യാപ്ത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. 2020 സെപ്റ്റംബർ 21 അദ്ദേഹം ചെന്നൈയില്
അന്തരിച്ചു കേട്ടോ. അപ്പൊ ഈ നമ്മുടെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം ചോദിക്കുവാണെങ്കിൽ 2023 സെപ്റ്റംബർ 28-നാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിന് ഒരുപാടെങ്കില് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വളരെ സ്വയം പര്യാപ്തത്തിലെത്തിക്കുന്നതിന് വളരെ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യം പത്മശ്രീയും പത്മഭൂഷണും ഭാരതരത്നം ഒക്കെ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 28-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഇനി ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളും പരിമിതികളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഒന്ന്, ഭക്ഷ്യോൽപാദനങ്ങളുടെ ഉത്പാദനം വർധനവുണ്ടായി, ഭക്ഷ്യ സ്വയം പര്യാപ്ത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെയും കരിഞ്ചന്തയും പൂഴ്ത്തി വെപ്പും ഒക്കെ കുറയാൻ ഹരിത വിപ്ലവ നേട്ടങ്ങളാണിത്. ഇനി പരിമിതികൾ എന്താ? ജലം അമിതമായി ഉപയോഗിച്ചതിന് വഴി ഭൂഗർഭത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു, രാസവള കീടനാശിനി അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടിയെ കുറച്ചു. ഇതൊക്കെ ഹരിത വിപ്ലവത്തിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്നും ഓർക്കുക. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള നോർമൻ എർണസ്റ്റ് ബെർലോക്ക് 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുമുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെ വിശ്വസിച്ചു. 1970 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരവും ഇദ്ദേഹം ലഭിച്ചു. അപ്പൊ കൃഷി മേഖലയിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ഏക വ്യക്തിയാണ് കേട്ടോ നോർമൻ ഇ ബെർലോഗ് എന്ന് പറയുന്നത്. അപ്പൊ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്ന ഏക കൃഷി ശാസ്ത്രജ്ഞൻ എന്നൊരു ബഹുമതി ആർക്ക് സ്വന്തമാണ്? നോർമൻ ഇ ബെർലോഗിന് സ്വന്തമാണ്. അപ്പൊ ലോകമെമ്പാടുമുള്ള അനേകമായിരം പട്ടിണി രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥനും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ആരാണ്? നോർമൻ. ദരിദ്രത്തെ കുറിച്ച് നോക്കാം കേട്ടോ. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിലുള്ള വരുമാനമോ സ്വത്തോ പ്രാപിക്കാനുള്ള ശേഷിയില്ലായ്മയും നമുക്ക് എന്ന് വിളിക്കാം? ദരിദ്രം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഒരു രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യം എന്ന് അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഏത്? ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത്. അപ്പൊ ദാരിദ്ര്യരേഖയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അവസര സമത്വം, തൊഴിലില്ലായ്മ, കടബാധ്യതയൊക്കെ ഇതിന് വർദ്ധിച്ച ജനസംഖ്യ, വിലക്കയറ്റം ഒക്കെ ഇതിന് കാരണമായിട്ട് തീരും. അപ്പോ ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനെ വികസിപ്പിച്ചെടുത്തൊരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും UN ഡെവലപ്മെന്റ് പ്രോഗ്രാമും സംയുക്തമായി തയ്യാറാക്കിയാണ് ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലെ 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. അപ്പൊ ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്ന വികസിപ്പിച്ച പുതിയ രീതി ഏതാണ്? ബഹുമുഖ ദാരിദ്ര്യ സൂചികയാണ്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്ന പ്രധാന മാനദണ്ഡം ഏതാ? വരുമാനം മാത്രമല്ല എന്ന് മനസ്സിലായി. എന്നാൽ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയും എന്ന് ഓരോ കൂടി പരിഗണിച്ചിട്ടാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത് എന്ന് ഓർക്കുക കേട്ടോ. ഇനി ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അത് വരുന്നത്? പോഷക ആഹാരം, കുട്ടികളുടെ കൗമാരക്കാരുടെ മരണനിരക്ക്, മാതൃ ആരോഗ്യം എന്നിവയാണ് ആരോഗ്യത്തിൽ വരുന്നത്. വിദ്യാഭ്യാസത്തിലോ സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജർ എന്നിവയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വരുന്നത്. ഇനി ജീവിത നിലവാരത്തിലോ പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ട് എന്നിവയൊക്കെയാണ് ജീവിത നിലവാരത്തിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിലേക്ക് കണക്കാക്കപ്പെടും? ദാരിദ്ര്യം നിർണ്ണയിക്കുന്നതിലേക്ക് കണക്കാക്കപ്പെടും കേട്ടോ. അപ്പോ ഇവിടെ ദാരിദ്ര്യം കരകയറാൻ കുറച്ച് പദ്ധതികളുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പദ്ധതികളാണ് കേട്ടോ. നമുക്ക് നോക്കാം. അതിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരവും വരുമാനം ലഭ്യമാകുന്ന പദ്ധതിയാണ് ഇത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയും. മറ്റൊന്ന് ജീവനം പദ്ധതിയാണ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്ന പദ്ധതിയാണ് ഏത്? ജീവനം പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കാർഷിക കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് ഏത്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അപ്പൊ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പ്രത്യേകത എന്താണ്? നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങളിൽ തൊഴിൽ നൽകുന്ന പദ്ധതിയാണത്. അതുപോലെ പൊതുവിതരണ സംവിധാനം, ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതിയാണ്. 1 മുതൽ 8ാം ക്ലാസ് വരെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതിയാണ്. അത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലാണ് പൊതുവിതരണ സംവിധാനം പ്രധാനമന്ത്രി പോഷൺ ശക്തിമാനം വരുന്നത്. സ്വയം തൊഴിൽ വേതന പദ്ധതികളാണ്
ജീവൻ പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്നിവ. ഇനി മറ്റൊന്ന് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ്. ഒന്ന് സുഭിക്ഷ കേരളം പദ്ധതിയാണ്. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഏത്? സുഭിക്ഷ കേരളം പദ്ധതി. മറ്റൊന്ന് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയാണ്. അതുപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരീക്ഷയും നൽകുന്ന പദ്ധതിയാണ് ഏത്? ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും. മറ്റൊന്ന് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് ഏത്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. ഇനി കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കുടുംബശ്രീ. അപ്പൊ ദാരിദ്ര്യ ലഘൂകരണം സ്ത്രീകളുടെ സാമ്പത്തിക ലക്ഷ്യം ഉയർച്ചയിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതി ഏതാണ്? കുടുംബശ്രീയാണ്. സാമൂഹിക ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ടപ്പ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിൽ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജന, വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയും സാമൂഹിക സമൃദ്ധിയും സഹായകമായിട്ടുണ്ട് പറയുന്നത്. കുടുംബശ്രീ എന്ന് പറയുന്നത് 1998 മെയ് 17 വന്നിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ്. മറ്റൊന്ന് ഭക്ഷ്യസുരക്ഷയാണ്. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതത്വം, പോഷക സമൃദ്ധമായ ആഹാരം ലഭ്യമാക്കുന്നതിനും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഏത്? ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വ്യവസായവൽക്കരണം, വില വർധനം, വിതരണത്തിൽ അസന്തുലിത അവസ്ഥ, ലഭ്യത കുറവ്, വരുമാനക്കുറവ്, കാലാവസ്ഥ വ്യതിയാനം ഒക്കെ ഇതിന് കാരണമായിട്ട് തീരുന്നുണ്ട്. പട്ടിണി ഇല്ലാതാക്കുക, കേരളത്തിൽ വിശപ്പ് രഹിത സംസ്ഥാനമാക്കി ഏറ്റുമാറ്റുന്ന വിശപ്പ് രഹിത പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹായത്തോടെയാണ് വിശപ്പ് രഹിത പദ്ധതി നടപ്പിലാക്കി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും കൃഷിയെക്കുറിച്ചും വിശപ്പ് രഹിത കേരളത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചും കുടുംബശ്രീയെക്കുറിച്ചും കേന്ദ്ര സംസ്ഥാനത്തെ വിവിധ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത്. ഈ ചാപ്റ്ററിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും PSC ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കൃത്യമായിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക. അതുപോലെ ഇതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ബാങ്ക് വെച്ച് നിങ്ങൾ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ ഇത് മുഴുവൻ കവർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ SCRP എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഈ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.